മുത്തശ്ശി, എന്താ മോനെ? മുത്തശ്ശിയോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. ആ പറഞ്ഞോടാ, അതിനെന്തിനാ ഈ മുഖവര? അത് പിന്നെ മുത്തശ്ശി, ഞാനും പൂജയും ഇവിടുന്ന് താമസം മാറിയാലൊന്ന് ആലോചിക്കുക. എന്താ പറഞ്ഞ? താമസം മാറാൻ പോവാന്നോ? എങ്ങോട്ട്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാ പിന്നെ അതും കൂടെ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ആരുടെ ആടാ ഈ ബുദ്ധി? നിന്റെ ആണോ അതോ നിന്റെ ഭാര്യയുടെ ആണോ? അയ്യോ മുത്തശ്ശി, ഇതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. നീ ഒന്നും പറയണ്ട. ലോകത്തെല്ലാ ഭർത്താക്കന്മാരും പറയുന്ന കാര്യമായത് സ്വന്തം ഭാര്യമാരെ രക്ഷിക്കാൻ. പക്ഷെ ആദ്യകൂട്ടാ, നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു അച്ചുകൊന്നനായിട്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. മുത്തശ്ശി, അങ്ങനെയൊന്നും അല്ല. എങ്ങനെയല്ലെന്ന് മിണ്ടി പോരുത് എന്നോട്. അല്ലെങ്കിൽ എനിക്കറിയാടാ, ഇതൊക്കെ ഇങ്ങനെ തന്നെയാവുമെന്ന് എനിക്കറിയാം. ഒരു പെണ്ണ് വന്ന് ജീവിതത്തിൽ കയറിയാൽ പിന്നെ വീട്ടുകാരെ കണ്ണിന് പിടിക്കാതാവും. എന്റെ മുത്തശ്ശി ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ. അതേടാ, നിനക്കിപ്പൊ അങ്ങനെയൊക്കെ തോന്നും. നീ ആഗ്രഹിച്ചതൊക്കെ നിനക്ക് കിട്ടിയല്ലോ. ഇപ്പൊ മുത്തശ്ശി നിനക്ക് അധികം പറ്റും, എഴുതാപ്പുറം വായിക്കത്തുള്ളൂ ഒക്കെയാ. മുത്തശ്ശി, ഞാൻ ഇങ്ങനെ മുത്തശ്ശി മുത്തശ്ശി എന്ന് പറഞ്ഞേ എന്റെ മുണ്ടിന്റെ തുമ്പം പിടിച്ചു നടന്ന ചെക്കനാ. എന്നിട്ടിപ്പൊ കണ്ടില്ലേ, എന്റെ മുന്നിൽ വന്ന് എളിഞ്ഞു നിന്ന് വർത്താനം പറയാ. താമസം മാറണം പോലും. എന്താടാ, നിനക്ക് ഞങ്ങൾ ഇവിടെ സ്വസ്ഥത വരുന്നില്ലേ? എന്താ മുത്തശ്ശി, എന്താ അവിടെ പ്രശ്നം? നീ ഇത് കേട്ടില്ലേ? ഇവനും ഇവന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ ഇവിടുന്ന് താമസം മാറണം. നമ്മളെ ഒന്നും ഇപ്പൊ ഇവന് വേണ്ടെന്ന്. നേരാണോടാ ഞാൻ കേൾക്കുന്നേ? ചേച്ചി, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ തന്നെയാ. എന്റെ ചെവിക്ക് ഒരു തകരാറുമില്ല. ആമി, ഇവൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞല്ലേ ഉള്ളൂ. മുത്തശ്ശിയുടെ അനുവാദം ചോദിക്കാനല്ലേ ഞാൻ വന്നേ. അനുവദിച്ചു തരാൻ പറ്റുന്ന ആഗ്രഹമല്ലേ നീ ചോദിച്ചത്? ലോകം മുഴുവൻ എതിർത്തിട്ടും എന്തിനാണ് ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തന്നെ? വയസ്സായ കാലത്ത് നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ലേ? എന്നിട്ടിപ്പോ നിനക്കൊരു ഭാര്യയെ കിട്ടിയപ്പോ ഒറ്റയ്ക്ക് മാറി താമസിക്കണം അല്ലേ? മുത്തശ്ശി, എന്നാലും എന്റെ ആദ്യക്കുട്ട